ഇന്ന് ഞാനൊരു വലിയ സർപ്രൈസ് ആണ് ഈ ഒരു ചേട്ടന് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സർപ്രൈസ് ആയിട്ട് ഈ ഒരു ഓട്ടോയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഞാനും കൂലിക്ക് ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ കൂലിക്ക് ഓട്ടോ ഓടിക്കുന്ന ഒരാളുടെ വിഷമം എനിക്കറിയാം. എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത ഈ ഒരു ചേട്ടൻ 5-6 വയറുകൾക്ക് വേണ്ടിയിട്ടാണ് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ ഒരു ഓട്ടോ ചേട്ടന് കൊടുക്കാം. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. വലിയൊരു സഹായമാണ് ബ്രോ ചെയ്തത്. മറക്കൂല ഒരിക്കലും. ഞങ്ങളെ കുടുംബം മൊത്തം ഒരിക്കലും മറക്കൂല. അല്ല, ആരെ കൊണ്ടും പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് എൻ്റെ മക്കൾക്കും ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടുണ്ടാക്കി തന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഒട്ടും. ദൈവം കുടുംബത്തെ അനുഗ്രഹിക്കും. എല്ലാം ഞങ്ങളും ഉണ്ടാവും. മരിക്കുന്നതുവരെ ഞാനും എൻ്റെ കുടുംബം ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആരും ചെയ്യില്ല, ഇതുവരെ ചെയ്തിട്ടുമില്ല. മറക്കാൻ പറ്റും. ഒരിക്കലും മറക്കൂല ബ്രോ. മരിക്കുന്നത് മറക്കൂല. എനിക്ക് പറ്റൂല, കഴിയൂല. എന്നെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഒരിടത്ത് ഞാൻ കൈ നീട്ടിയിട്ട് പോലും ആരും എനിക്ക് ചെയ്യാത്തൊരു സഹായം. ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെങ്കിൽ ഒരു സർപ്രൈസ്. ചില മണിക്കൂറുകളെ പരിചയം. ഞാൻ ഒരു ആഗ്രഹം എന്താണ് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്കൊരു ഓട്ടോ കിട്ടിയ കൊള്ളായിരുന്നു. സ്വന്തമായിട്ടൊരു എത്ര വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്നു? 25 വർഷം കൂടുതലായി. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ കൂലിക്കാണ് ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ഒരു വണ്ടി എനിക്ക് സഹായിച്ച എനിക്ക് എന്റെ കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി അത് മറക്കാൻ പറ്റൂല. ഒന്നും പറയാനുള്ള വാക്കില്ല എനിക്ക്. ഇതുകൊണ്ട് ഞങ്ങൾ പട്ടിണിയില്ലാതെ തീർച്ചയായിട്ടും ആരോഗ്യം കൈനീട്ടാണ്ട് ഇത് വരാതെ ഒരു വാക്ക് പറയും പോലും ഞങ്ങളുടെ അടുത്ത് ചെയ്യാതെ കണ്ട് ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ആണ് തന്നത്. 3 പെൺമക്കള്. 3 പെണ്ണ് ഇവിടെ ഉണ്ടായാൽ മതി. ഞാൻ പറഞ്ഞില്ല 45 വയസ്സായി. പക്ഷെ ഇതുവരെയ്ക്കും ആരും ഇങ്ങനെ എന്റെ അവസ്ഥയെക്കാളും എന്റെ മനസ്സ് കണ്ടുപിടിച്ച് എന്നെ സഹായിച്ചു തന്നെയാണ്. ചേട്ടാ ഹാപ്പി ആണല്ലോ? ഒരു സന്തോഷം ബ്രോ. ഞാൻ അധ്വാനിച്ച പൈസയെന്ന് ഞാൻ കൊടുത്ത് വാങ്ങിച്ച വണ്ടിയാണ്. ഞാൻ മനസ്സറിഞ്ഞ് ചേട്ടൻ ഞാൻ തരുന്ന വണ്ടിയാണ്. ഇതുകൊണ്ട് ഞാൻ ജീവിക്കുന്ന കാലം വരെ ഞാൻ ജീവിക്കുമ്പോ ഞാൻ നശിച്ചു പോകില്ല. ഞാൻ ഒരിക്കലും നശിച്ചു പോകാൻ ഞാൻ ശ്രമിക്കുകയില്ല. അപ്പൊ ഇത് നിങ്ങളുടെ സ്വന്തം വണ്ടിയാണ്. നിങ്ങൾ ഇതുപോലെ ഈ വണ്ടിയുടെ ബാക്കിൽ ഇത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കണം നമ്മളെ വണ്ടിയാണ്. ഭാഗ്യം പറഞ്ഞ ഒരു മക ഈ തിരുവനന്തപുരത്ത് ഇല്ല തന്നെയാണ് സത്യം. ഇങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ദൈവത്തിന്റെ മക എന്നുള്ള ഒരു ചിന്തയാണ്. എന്റെ അമ്മയും പറഞ്ഞു, ദൈവമേ ഇങ്ങനെ ഒരു മക എന്റെ വയറ്റിൽ പിറന്നില്ലല്ലോ എന്നുള്ള അവസ്ഥകൾ വരുമ്പോ അമ്മമാരെ ചിന്തിച്ചു പോയി. അമ്മ പറഞ്ഞു, മക്കളെ ഞാനും ലൈക്ക് ചെയ്ത മക്കളെ, അമ്മയ്ക്ക് ഒരു ഫോണുണ്ട്, ഷെയർ ചെയ്ത് മക്കളെ എന്നൊക്കെ പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷന് നിന്നാൽ പോലും ഒരുപാട് ഈ തിരുവനന്തപുരം മൊത്തം ബ്രോയുടെ കൂടെ ഉണ്ടാവും. ബ്രോ ഇപ്പൊ ഒരു പാവപ്പെട്ട രീതിയിൽ ജീവിച്ചു വന്നു. ബ്രോ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ വിളിക്കണ ദൈവം ഇറങ്ങി വന്ന് തന്നതുപോലെ ഫീലിംഗ് എനിക്ക് ഉണ്ടാവുകയാണ്. ഇനി നിന്ന് കഴിഞ്ഞാൽ ഞാൻ സത്യം അറിയാതെ കരഞ്ഞു.